വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ രുചിയാണ്. കണ്ടാ ഇങ്ങനെ എടുത്ത് ഓ നമ്മൾ എന്തൊക്കെ മോഡേൺ ഫുഡ് കഴിച്ചാലുവേ നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ളൊരു ചില നൊസ്റ്റു ഫുഡുകളുണ്ട്. എനിക്കാണെങ്കിൽ വേറെ പണിയില്ലാതെ ഇത് ഓരോന്നും തപ്പിയെടുത്ത് നിങ്ങൾ കൊതിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു കൊതിപ്പിക്കൽ പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെറു കിഴങ്ങ് എന്നുള്ളൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മധുരക്കിഴങ്ങുണ്ട്, ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ചുട്ടും പുഴുക്കുണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചെറുകിഴങ്ങ് എന്നുള്ളൊരു സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ സ്ഥലം മതി, ഒത്തിരി സാധനം കിട്ടും. നല്ല ഗുണമുള്ള സാധനമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള എന്തും തിന്നാൻ നല്ല എരിവുള്ള ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി അരച്ച് അതിൽ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ചടിച്ചാലേ അതിൻ്റെ എന്നാ വരത്തുള്ളൂ. അത് തന്നെ. ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ പുഴുങ്ങി അങ്ങോട്ട് എടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് വറ്റൽമുളകില്ലേ, അത് ചുട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇനി അടുപ്പിൽ ചൂടാൻ പറ്റാത്തവർ നമ്മുടെ കമ്പേ കുറത്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ചെറിയ ഉള്ളി, പിന്നെ ഉപ്പ്. ഇനി നമ്മൾ ഇടിക്കല്ലിലിട്ടിട്ട് ഇതങ്ങോട്ട് എന്താക്കാം, അരച്ച സെറ്റ്. ഓക്കെ, പെട്ടെന്ന് ഇടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു തുണ്ട് ഉപ്പും കൂടെ ഞാൻ എൻ്റെ മുകളിൽ കൂടെ ഇടുന്നുണ്ട്. അമ്മ ഇടിച്ചു തരും അമ്മയ്ക്കിത്? നിനക്ക് പറ്റുമോ? ഇടിക്കല്ല, ഇങ്ങനെ എന്നിട്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പഴല്ല കുറച്ചിടാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പാകമാക്കി തരാം. ഒരു അമ്മൂന് തരാം. അരക്കി നീ ഇടിച്ചിടിച്ചിടിച്ച് ഇതിന്റെ മുകളിൽ നിന്ന് ഇടിച്ചാൽ പറ്റില്ല. അമ്മ അങ്ങോട്ട് മാറി നിന്ന് അവിടെ നിന്ന് ഇടിക്കണം കേട്ടോ. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൂസിനെ വിളിക്കണം. അതിൻ്റെ കൂടെ നമുക്കിതാ ചെറിയ ഉള്ളിയും കൂടി ഇടാം. നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൂസിനെ അമ്മൂനെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമ്മുടെ ചെറുകിഴങ്ങിൻ്റെ തൊലി പൊളിക്കണം. അപ്പോൾ തന്നെ ഇവരേ ചമ്മന്തി റെഡിയാക്കട്ടെ. ഈ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ ശരിയാകത്തില്ല അല്ലേ? ചെറുകിഴങ്ങ് നമ്മൾ നോക്ക്, നല്ല രസമുണ്ട് അല്ലേ വെച്ച് പറിക്കാൻ. നമ്മൾ സാധാരണ അടുപ്പിലിട്ടിട്ടാണ് നമ്മൾ കുക്കറിലിട്ടിട്ട് പുഴുങ്ങാം. നെകക്കെ വെള്ളം ഒഴിക്കണം, അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് പുഴുങ്ങാം. തരാം. എന്നിട്ട് അമ്മി ഇതേ ഇങ്ങോട്ട് ഇവിടെ വാ. അതിൻ്റെ സാധനം പോകരുത് കേട്ടോ. നോക്കിയത് ഇങ്ങനെ ക്ലോസ് എടുത്തിട്ട് നല്ല രസമാണ്. കണ്ടാ, നമ്മൾ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ, തൊലി ഇങ്ങനെ പൊളിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ എളുപ്പമാർഗ്ഗമൊന്നുമില്ല കേട്ടോ, പൊളിക്കുക തന്നെ വേണം. ഈ ചേമ്പും ചേനയൊക്കെ ചുട്ട് തരാൻ നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ തൊലി പൊളിക്കുമ്പോൾ ഒരു എത്ര മെനക്കേടല്ലേ. പക്ഷെ അത് തിന്നുന്ന ടേസ്റ്റ് ഓർക്കുമ്പം നമ്മൾ ഇഗ്നോർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ തൊലി കളഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു നാരില്ലേ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നമ്മളിങ്ങനെ അതെടുത്ത് കളയണം അമ്മു. അപ്പോൾ നമ്മുടേതാ ചമ്മന്തി അമ്മു അപ്പസും കൂടി ഇടിച്ച് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മരച്ചക്കിലാക്കിയിട്ട് എണ്ണതാ ഇങ്ങനെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. ഏത് ചമ്മന്തിക്കും അതിൻ്റെ മേമ്പൊടി എന്താണ്, നമ്മൾ ആ ലാസ്റ്റ് ഒഴിക്കുന്ന ഒരു എണ്ണയാണ്. വിർജിൻ കോക്കനട്ട് ഓയിൽ, വെന്ത വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഇതുപോലെ മരച്ചക്കിലാട്ടിയ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ, അതൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചാലാണ് എന്തുണ്ടാവുള്ളൂ, ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നോക്കട്ടെ കേട്ടോ. പൊളി സാധനം. ഇതിത്ര മതി. ഇനി ആ സമയം കൊണ്ടേ വേറെ ചെറിയ പരിപാടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനേ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കോഫിയാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 കപ്പ് കാപ്പിയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് എനിക്ക് നല്ല കടുപ്പം വേണം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണ് മതി. 3 ടീസ്പൂണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇട്ടു. അതിലേക്ക് അധികം പഞ്ചസാര വേണ്ട. ഓക്കെ, ഒന്ന് എഴുന്നട്ടെ. 4 ടീസ്പൂൺ പഞ്ചസാര വേണം കാപ്പിക്ക് ഇട്ടു. എന്നിട്ട് ഇതാ തിളപ്പിച്ച വെള്ളമാണേ. ഒരു തുണ്ട്, നിങ്ങൾ നോക്കിക്കേ, ഒരു തുണ്ടാണ് ഞാൻ ഒഴിക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ കണ്ടോ, 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ആക്കാൻ പോവുക. ഈ 1 ടീസ്പൂൺ വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ അരയ്ക്കും, പടപടപടപടോന്ന് അരയ്ക്കും. പലതരത്തിലുള്ള കാപ്പികൾ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ RJ ഫസ്ലു, ഗൾഫിലെ റെഡ് FM ഏതൊരു FM-ലെ പുള്ളി RJ ആണ് കേട്ടോ. പുള്ളിയുടെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്ത കാപ്പി. അതിന് ശേഷം നമ്മൾ സ്ഥിരം പരീക്ഷണമാണ്, ഞാനും സച്ചുവാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ ഇത് കോൾഡ് കോഫി ആയിട്ട് കുടിക്കാനും സൂപ്പറാണ്, അല്ലാതെ നല്ലതാണ്. നമുക്കിതിപ്പോൾ നല്ല സൂപ്പർ കാപ്പിയായിട്ട് കുടിക്കാം. ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ സാധാരണ പാടം മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ഫുൾ ഫാറ്റ് വേണം. അപ്പോൾ ഏകദേശം ഒരു നല്ല തിക്കായിരിക്കണം. 1.5 കപ്പ് ഞാനിട്ടു. ഓക്കെ, 2 കപ്പിലും നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് കുറച്ചും കൂടെ ആക്കണം കേട്ടോ. പഞ്ചസാര എല്ലാം കംപ്ലീറ്റ് അലിയും. കടുപ്പത്തിനനുസരിച്ച് നമുക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, പാലിതേ തിളച്ച്
സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ പാടയും എല്ലാം കൂടെ നമുക്കൊന്ന് യോജിക്കണം. സെറ്റാക്കുന്നെങ്കിൽ മധുരം വേണമെന്നുള്ളവർക്ക് ഈ പാലിലിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. പകുതി ഒഴിക്കാം. എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി ഇപ്പം തന്നെ നോക്ക് സംഭവം. ആഹാ കപ്പിച്ചീനോ, സ്പെഷ്യൽ കോഫി, ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് 200, 250, 300 രൂപയൊക്കെ കളയുന്നവരോട് ഞാൻ പറയാനേ ഉള്ളൂ, ഇത് മതി. ന്യായമായ കാശ് ചിലവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി. ഇത് കണ്ടിട്ട് കുടിക്കാൻ തോന്നാത്ത ഒരാൾ, കാപ്പി പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ സുല്ലിടിപ്പിക്കുക. സുല്ല് നമ്മുടെ ചമ്മന്തി ചേട്ടനെ ഞാനിങ്ങോട്ട് അയ്യോ സ്പൂൺ കൊണ്ടുവച്ചു അല്ലേ. എന്താണെങ്കിലും ഇന്നിപ്പോൾ പൂണ്ടടക്കം ഇരിക്കും. നോക്കിയിട്ടൊന്നും കാര്യമില്ല. നോക്കിയേ ഉണ്ടാ ചെറുകിഴങ്ങൊന്നുമില്ല. ഇതൊന്നും തിന്നോട്ടെ കേട്ടാ. നമ്മളെ ചേമ്പില്ല, നല്ല കുഞ്ഞൻ ചേമ്പിനെ പോലെ ഉണ്ട്. പക്ഷെ ഇതിന് രണ്ടിൻ്റെയും ടേസ്റ്റ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. തന്നെ തിന്നാൻ ഇത് ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. നമുക്ക് നമ്മുടെ ചമ്മന്തി കൂട്ടി അങ്ങ് തിന്നാം. ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് വെച്ച് ചമ്മന്തിക്കാണ് 100-ൽ 100 മാർക്ക് കേട്ടോ. കിഴങ്ങുകൾക്കൊക്കെ പിന്നെ ഒരു നാടൻ നൊസ്റ്റു ടേസ്റ്റ് ആണല്ലോ. ചമ്മന്തിക്കാണ് ഇപ്പോൾ ഇത് ആർക്കും കൊടുക്കാൻ വഴിയില്ല. ചമ്മന്തി അമ്മോ അത്ര എരിവില്ല കേട്ടോ ചമ്മന്തിക്ക്. അത് പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ രുചിയാണ്. കണ്ടാ ഇങ്ങനെ എടുത്ത് പാകത്തിന് എരിവുള്ളൂ, നമ്മളിനത് എരിവില്ല. ഇനി നമ്മുടെ സ്പെഷ്യൽ കോഫി, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു RJ ഫസ്ലു. കേട്ടല്ലോ. അമ്പാ കപ്പുച്ചീനയും കുപ്പിച്ചീനയൊക്കെ ഓടിപ്പോവും. ഒരു രക്ഷയില്ല. കാപ്പി പ്രേമികൾ ഈസി ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മൾ കപ്പുച്ചീനോ ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രീം കോഫിയൊക്കെ ഉണ്ടാക്കുമ്പം ബീറ്റർ ഇട്ടിട്ട് അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഒത്തിരി സങ്കടപ്പെടില്ലേ. ഒരു സ്പൂണും കുറച്ച് കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി വേണം കേട്ടോ. ഉണ്ടെങ്കിൽ ഇതാ കാപ്പി കുടിച്ചപ്പോൾ സെറ്റായി. ലാസ്റ്റ് നമ്മുടെ ഒരു പഞ്ചിൽ ഇങ്ങനെ എടുത്ത് അടിസൊക്കെ സൂപ്പർ സാധനം. ചമ്മന്തി ഉണ്ടല്ലോ. ഈ ചമ്മന്തി കപ്പ, ചക്കപ്പുഴുക്ക്, ചേന, ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള എല്ലാത്തിനും കൂടെയും ബെസ്റ്റാണ്. ഇനി നല്ല കുത്തരി ചോറിങ്ങനെ ചൂടായിട്ട് കൊണ്ടുവച്ച് അതിൻ്റെ മുകളിൽ നല്ല വെന്ത വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചമ്മന്തിയിട്ട് കുഴച്ച് അത് മാത്രം നിന്നാലും സെറ്റാണ്. അപ്പം എപ്പോഴും പ്രവാസികൾ പറയില്ലേ, ഈ അന്നമ്മ കൊതിപ്പിക്കുന്നു എന്ന്. ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും അവിടെ കിട്ടും കേട്ടോ. പിന്നെ ഉള്ളത് ചെറുകിഴങ്ങ് തന്നെ വേണമെന്നില്ല. കപ്പയാക്കാം, കാച്ചിലാക്കാം, ചേമ്പാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. അതൊക്കെ അവിടെ ലുലുവിൽ കിട്ടും. എങ്ങനെയുണ്ട്? അത് കൂടുതൽ കത്തി അടിച്ച് ഇങ്ങനെ മുഷിപ്പിക്കുന്നില്ല. അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.